ഈ ഭഗവത്ഗീത എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മരുന്ന് കഴിക്കാറുണ്ടല്ലേ? മരുന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും മരുന്ന് കുപ്പിയുടെ പുറത്ത് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിരിക്കും. എത്ര ഡോസ് വെച്ച് കഴിക്കണം, എത്ര ഗുളിക വെച്ച്, ദിവസം എത്ര ഗുളിക വെച്ച് കഴിക്കാന്ന് അങ്ങനെ എഴുതിയിരിക്കും. ആ ഡോസേജ് അനുസരിച്ച് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതേപോലെ അല്ലാതെ ഇപ്പം അതനുസരിക്കാതെ വേറെ ആരെങ്കിലും പറഞ്ഞു, അത് കേട്ടിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അപകടമായിരിക്കും. അപ്പൊ അതേപോലെ ഭഗവത്ഗീതയും, ഗീത ഉപദേശിച്ചാരാണ്? കൃഷ്ണനാണ്, ഭഗവാനാണ്. ആ ഭഗവാന്റെ വാക്കുകൾ യാതൊരു വ്യത്യാസവും കൂടാതെ, അഥവാ ഒന്നും കൂട്ടാതെ കുറയ്ക്കാതെ ഒന്നും മാറ്റാതെ അതേപോലെ സ്വീകരിക്കേണ്ടതാണ്. ഇനി ഭഗവത്ഗീത മനസ്സിലായോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമ്മളെല്ലാം 3 മാസം കഴിഞ്ഞു, ഭഗവത്ഗീത മനസ്സിലായോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാം ഭഗവത്ഗീത മനസ്സിലായോ എന്ന്? അതിനുള്ള ഉത്തരവും ഭഗവത്ഗീതയിൽ തന്നെയുണ്ട്. ഭഗവത്ഗീത കൃഷ്ണൻ സുഹൃത്തായ അർജുനന് നൽകിയ ഉപദേശങ്ങളാണ്. അപ്പൊ ആ ഉപദേശങ്ങൾ കേട്ടിട്ട് അർജുനൻ എങ്ങനെ മനസ്സിലാക്കിയോ, ഭഗവത്ഗീതയുടെ അവസാനത്തിൽ അർജുനന്റെ കൺക്ലൂഷൻ എന്തായിരുന്നു, അതേ കൺക്ലൂഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും പറയാം എനിക്ക് ഭഗവത്ഗീത മനസ്സിലായി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പ്രഭു പറയോ പ്രഭു. ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു. അത് കേട്ട ശേഷം അർജുനൻ എന്ത് അനുമാനത്തിലെത്തിയോ അതേ അനുമാനത്തിലാണ് നമ്മളും എത്തുന്നതെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ഭഗവത്ഗീത മനസ്സിലായി എന്ന്. ഓക്കെ പ്രഭു, താങ്ക് യു പ്രഭു. അർജുനൻ എന്താണ് അവസാനത്തെ കൺക്ലൂഷൻ എന്തായിരുന്നു അർജുനന്റെ? നിങ്ങളാരും ചോദിച്ചില്ല. അർജുൻ പറയാണ്, ഭഗവാനെ ഞാൻ അങ്ങ് പറയുന്നത് അനുസരിക്കാം, അങ്ങയുടെ വാക്കുകൾ ഞാൻ സ്വീകരിക്കുന്നു, അത് അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ അതാണ് ഭഗവത്ഗീതയുടെ അവഗമനം എന്ന് പറയുന്നത്. നമ്മളും ഭഗവാന്റെ വാക്കുകൾ സ്വീകരിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ നമ്മളും തയ്യാറാകണം. ഓക്കെ, ഇനി എന്താണ് ഭഗവത്ഗീതയുടെ സന്ദർഭം? നമുക്കറിയാം, മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രൻ, പാണ്ഡു എന്ന 2 സഹോദരന്മാര്. ധൃതരാഷ്ട്ര ജന്മന അന്ധനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള പാണ്ഡു ആയിരുന്നു രാജ്യഭാരം ചെയ്തിരുന്നത്. ധൃതരാഷ്ട്രന്റെ പുത്രന്മാര് ദുര്യോധനാദികള് 100 പേരെ അവരെ കൗരവരെന്ന് വിളിച്ചിരുന്നു. കുരു വംശത്തിലായിരുന്നതുകൊണ്ട് കൗരവര്, പാണ്ഡവരും ശരിക്കും കൗരവന്മാർ തന്നെയാണ്, പക്ഷെ അവരെ കൂടുതലും പാണ്ഡവരെന്നാണ് പറയാറ്. അപ്പം ഈ കൗരവരും അവരുടെ കസിൻസ് ആയിട്ടുള്ള പഞ്ചപാണ്ഡവന്മാരും തമ്മില് രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. യുദ്ധം എവിടെയാണ് നടന്നത്? കുരുക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പം ഇവിടെയാണ് നമ്മുടെ 1-ാം അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1-ാം അധ്യായത്തിന്റെ പേരെന്താണ്? ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരുപക്ഷെ ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു. നമ്മള് ഇസ്കോൺ സംസ്ഥാപകാചാര്യ ശ്രീല പ്രഭുപാദരുടെ ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയുന്ന ബുക്കായിരിക്കും നമ്മൾ ഈ 3 മാസങ്ങളിൽ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ 20 ശ്ലോകങ്ങൾ വെച്ച് അത് കവർ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ശ്ലോകവും വായിച്ച് അതില് പ്രഭുപാദിൽ തന്നിരിക്കുന്ന മലയാളം പുസ്തകത്തിലെ മലയാളം ട്രാൻസ്ലേഷൻ വായിക്കും, എന്നിട്ട് അതിന്റെ വിശദീകരണം തരും. അങ്ങനെയാണ് ഈ കോഴ്സ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ച്
ഒന്നാം അധ്യായം പറഞ്ഞിരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം. സംസ്കൃതത്തിൽ ഇപ്പൊ മഹാഭാരതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അർജുന വിഷാദ യോഗം എന്നായിരിക്കും അതിന്റെ ടൈറ്റിൽ. ഓക്കെ, അപ്പം ഇതില് യുദ്ധത്തിന്റെ സമയത്ത് അർജുനൻ രണ്ട് സൈന്യങ്ങളുടെയും നടുക്കിൽ നിന്ന് അത് നോക്കുവാണ്. രണ്ട് സൈഡിലും ആരൊക്കെയാണ് യുദ്ധം ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്നത്, എന്റെ സൈഡിൽ ആരുണ്ട്, ദുര്യോധന്റെ സൈഡിൽ ആരുണ്ട്, അങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും അവിടെ കൂടിയിരിക്കുന്ന ബന്ധുമിത്രാദികളെ കണ്ടിട്ട്, ഗുരുജനങ്ങളെ കണ്ടിട്ട് വളരെ അവരുള്ള സഹതാപത്താൽ വളരെ പരവശനായി തീർന്നു. യുദ്ധത്തിൽ ഈ യുദ്ധം ജയിക്കുന്ന എങ്ങനെയാണ്, ഇവരെയൊക്കെ കൊന്നിട്ട് വേണം എനിക്ക് യുദ്ധം ജയിക്കാനായിട്ട്. അതുകൊണ്ട് അർജുനന് തീരെ സന്തോഷം തോന്നിയില്ല. പിന്നെ ഗുരുജനങ്ങളെയും ബന്ധുക്കളെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ, യുദ്ധത്തിലാണെങ്കിൽ പോലും കൊന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പാപഫലം അദ്ദേഹത്തെ വളരെയധികം ഭയപ്പെടുത്തി. യുദ്ധത്തിൽ അനേകായിരം കുടുംബങ്ങള് നശിക്കും, അതോടുകൂടി കുലക്ഷയം വരും. ഓക്കെ, ഇതും എല്ലാം തന്നെ ഓർത്ത് അദ്ദേഹത്തിന് വളരെയധികം ഉത്കണ്ഠയുണ്ടായി. അതോടെ യുദ്ധം ചെയ്യില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്, അർജുനൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ അധ്യായം പറയുന്നത്. ഈ അർജുന വിഷാദ യോഗം. ഓക്കെ, അവിടെയും യോഗം കാണുന്നുണ്ട്. വിഷാദം പോലും യോഗമാണ്. എങ്ങനെയാണ്? ആ വിഷാദം പോലും അർജുനനെ ഭഗവാനുമായിട്ട് ബന്ധിപ്പിച്ചു. അതെങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിൽ തുടക്കത്തിൽ മനസ്സിലാക്കാം. ഇപ്പം നമുക്ക് പതുക്കെ ശ്ലോകങ്ങളിലേക്ക് പോവാം. ഓക്കെ, ശ്ലോകം 1. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചു കൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു? അപ്പം ഈ സമയത്ത് നിങ്ങളുടെ ഭഗവത്ഗീത യഥാരൂപം തുറക്കുക, എന്നിട്ട് ആ ശ്ലോകം എടുത്തു വയ്ക്കുക. ഞാൻ ഇത് ശ്ലോകം വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കി വായിക്കാം. അതേപോലെ വിവർത്തനവും നിങ്ങൾക്ക് നോക്കി വായിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇവിടെ ധൃതരാഷ്ട്രര്, രാജാവായിട്ടുള്ള ധൃതരാഷ്ട്ര ജന്മന അന്ധനായിരുന്നു. ഓക്കെ, മാത്രമല്ല ആധ്യാത്മിക കാര്യങ്ങളിലും ധൃതരാഷ്ട്രർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ അന്ധൻ എന്ന് പറയാം, അല്ലെ? ആധ്യാത്മിക കാര്യത്തിൽ അന്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളോ ദുര്യോധനാദികളോ അവരും അതേപോലെ തന്നെ ധർമ്മപരിപാലനം എന്ന് പറയുന്നത് അവർക്ക് തീരെ അടുത്തുകൂടി പോയിട്ടില്ല. മറിച്ച് പാണ്ഡവർ 5 പേരും തികച്ചും ധർമ്മം പരിപാലിക്കുന്നതിൽ വളരെ താല്പര്യമുള്ളവരായിരുന്നു. ദുര്യോധനും കൂട്ടരും ചതിയിലൂടെ, കള്ളച്ചൂത് കളിയിലൂടെ പാണ്ഡവർക്ക് അവകാശപ്പെട്ട രാജ്യം അവര് കൈക്കലാക്കി. എന്നിട്ട് അവരെ വനവാസത്തിനും അജ്ഞാതവാസത്തിനും ഒക്കെ ആയിട്ട് അയച്ചു. അതിനുശേഷം അവരുടെ സന്ധി സംഭാഷണവും എല്ലാം തന്നെ പരാജയപ്പെട്ടു. രാജ്യം തിരിച്ചു കിട്ടിയില്ല. സന്ധി സംഭാഷണം, ഭഗവാൻ ദൂതനായിട്ട് പോയിട്ട് സന്ധി സംഭാഷണം ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിലൊന്നും എല്ലാം തന്നെ പരാജയമായിരുന്നു. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം ഇപ്പം സംഭവിക്കുകയാണ്. ധൃതരാഷ്ട്രർക്ക് തന്റെ മക്കളുടെ വിജയത്തെക്കുറിച്ച് വളരെ ആകാംക്ഷയുണ്ടായിരുന്നു. അവിടെ യുദ്ധഭൂമിയിൽ എന്ത് നടക്കുന്നു എന്നറിയാനായിട്ട് ആകാംക്ഷയുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സേവകനാണ് സഞ്ജയൻ. ഈ സഞ്ജയന് വേദവ്യാസ മുനി ദിവ്യദൃഷ്ടി കൊടുത്തു.
യുദ്ധഭൂമിയിൽ എന്ത് നടക്കുന്നുവോ അത് കാണാനായിട്ട് രാജ എന്ന കൊട്ടാരത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് ധൃതരാഷ്ട്ര മഹാരാജാവിനെ അറിയിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഈ ശ്ലോകത്തിൽ മാമകാ പാണ്ഡവ എന്ന് പറഞ്ഞിരിക്കുന്നു ധൃതരാഷ്ട്രര്. അതെന്താണ് കാണിക്കുന്നത്? ധൃതരാഷ്ട്രരുടെ പക്ഷപാതം. ദുര്യോധനാദികൾ തന്റെ മക്കളും, എന്നാൽ ധർമ്മപുത്രരും ബാക്കി സഹോദരങ്ങളും എല്ലാം തന്നെ പാണ്ഡുവിന്റെ പുത്രരും അവർ അന്യരായിട്ടാണ് ധൃതരാഷ്ട്രർ കാണുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എന്റെയും പാണ്ഡുവിന്റെയും എന്ന് പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ അവരെല്ലാരും തന്നെ കുരുവംശത്തിലുള്ള ആൾക്കാരാണ്, തന്റെ ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇവിടെ ധൃതരാഷ്ട്രര് തൻ്റെതെന്നും മറ്റുള്ളവരെന്നും മനസ്സിലാക്കി, അതുകൊണ്ട് അവിടെ യുദ്ധം സംഭവിച്ചു. പിന്നെ കുരുക്ഷേത്ര ഭൂമി പുണ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പണ്ട് പരശുരാമൻ 21 തവണ രാജാക്കന്മാരെ എല്ലാം വധിച്ച ശേഷം അവിടെ എന്താണ് അവരുടെ ചോര കൊണ്ട് ഒരു കുളമുണ്ടാക്കി അതിൽ സ്നാനം ചെയ്ത സ്ഥലമാണ് സെമന്തക. എന്താണ് എന്റെ പേര്? ഓക്കെ, സെമന്തക പഞ്ചകം. ഓക്കെ, അവിടെ നടന്ന സ്ഥലമുള്ള, ഇന്നും നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കുരുക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സ്ഥലം കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ആ പുണ്യമായ സ്ഥലം ധർമ്മമാർഗികളായ പാണ്ഡവരെ അനുഗ്രഹിച്ചേക്കുമോ എന്നുള്ളൊരു പേടി ധൃതരാഷ്ട്രരുടെ മനസ്സിലുണ്ടായിരുന്നു. അതേപോലെ ആ പുണ്യഭൂമിയുടെ പ്രഭാവത്തിൽ പാണ്ഡവരെങ്ങാനും യുദ്ധം ത്യജിച്ച്, അവരുടെ മനസ്സ് മാറി യുദ്ധം ത്യജിച്ച് യുദ്ധഭൂമി വിട്ടു പോയേക്കുമോ എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷയും ധൃതരാഷ്ട്രർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോ ഇവിടെ ദുര്യോധനൻ രാജകുമാരനോ രാജാവോ ആണ്. ദുര്യോധനാണ് ദ്രോണാചാര്യരെ ചെന്ന് കാണുന്നത്. ദ്രോണാചാര്യൻ സൈന്യാധിപനാകുന്നു. ഒരു 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 ജനറൽ, ആർമി ജനറൽസ്. ഇതെന്തിനാണ് കാണിക്കുന്നത്? ഒരു നയചാതുര്യത്തെയാണ് കാണിക്കുന്നത്. ദുര്യോധന്റെ നയചാതുര്യത്തെയാണ് കാണിക്കുന്നത്. ദുര്യോധനൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് പൊളിറ്റീഷ്യനാണ്. എല്ലാ വിധത്തിലുള്ള രാഷ്ട്രതന്ത്രത്തിലൊക്കെ വളരെ പ്രഗത്ഭനാണ്. ദുര്യോധനൻ നല്ല രാജാവായിരുന്നോ ചീത്ത രാജാവായിരുന്നോ? എന്ത് തോന്നുന്നു? ചീത്ത രാജാവ്. എത്ര പേര് വിചാരിക്കുന്നു ചീത്ത രാജാവാണെന്ന്? രാജ്യഭരണത്തിൽ നല്ല രാജാവായിരുന്നു. രാജ്യഭരണത്തിൽ അദ്ദേഹം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രാജ്യഭരണമാണ് കാഴ്ചവെച്ചത്. പ്രജകളെയൊക്കെ സ്വന്തം മക്കളെ പോലെയാണ് കരുതിയത്. അതുകൊണ്ട് ഈ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ പോയി ഒരു സ്പൈ, ഒരു ചാരനെ അയക്കുന്നുണ്ട്. ചാരൻ തിരിച്ചു വന്നിട്ട് പറയും, ദുര്യോധനന്റെ രാജഭരണം അവിടെ ജനങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടതാണ്. അത്രമാത്രം ഇത് ചെയ്തിട്ടാണ് ദുര്യോധനൻ രാജ്യം ഭരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ആൾക്കാര് ദുര്യോധനെതിരായിട്ട് തിരിയുമെന്ന് നമുക്ക് പ്രതീക്ഷ വേണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പാണ്ഡവരുടെ സൈന്യബലം കണ്ടപ്പോഴത്തേക്കും ദുര്യോധനന്റെ മനസ്സിലൊരു ചെറിയ പേടി തോന്നാതിരുന്നിട്ടില്ല. ഓക്കെ, ഈ ശ്ലോകത്തിൽ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്ലോകം 3. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ
ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. ഇവിടെ ദ്രുപദപുത്രൻ ആണ് പാണ്ഡവ സൈന്യാധിപൻ. ധൃഷ്ടദ്യുമ്നൻ. കൗരവ സൈന്യത്തിന്റെ നായകൻ ആരായിരുന്നു? ഭീഷ്മര്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാഭാരത യുദ്ധം എത്ര ദിവസം ഉണ്ടായിരുന്നു? 18 ദിവസം. 18 ദിവസം. ഈ 18 ദിവസവും പാണ്ഡവരുടെ സൈന്യാധിപൻ ധൃഷ്ടദ്യുമ്നനായിരുന്നു. കൗരവർക്ക് ആദ്യത്തെ 10 ദിവസം ഭീഷ്മർ, പിന്നെ 5 ദിവസം ദ്രോണർ, പിന്നെ 2 ദിവസം കർണൻ, അവസാനത്തെ ദിവസം ശല്യർ. ശല്യർ വീണ ശേഷം കുറച്ചു നേരത്തേക്ക് അശ്വത്ഥാമാവ്. ഇങ്ങനെയായിരുന്നു അവരുടെ സൈന്യാധിപന്മാർ, സൈന്യ നായകന്മാര്. അപ്പോൾ ഇവിടെ ഈ ധൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്നത് ദ്രുപദ രാജാവിന്റെ മകനാണ്. ദ്രുപദനും ദ്രോണരും സഹപാഠികളായിരുന്നു. പക്ഷേ പിന്നീട് അവർ തമ്മിൽ വലിയ ശത്രുക്കളായിട്ട് മാറി. അപ്പം ദ്രോണരെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് വിചാരിച്ച് ദ്രുപദൻ പോയി തപസ് ചെയ്ത് അദ്ദേഹത്തിന് കിട്ടിയ മകനാണ് ധൃഷ്ടദ്യുമ്നൻ. ഇത് അറിഞ്ഞിട്ട് പോലും ദ്രോണാചാര്യർ, ഒരു ബ്രാഹ്മണനായിട്ടുള്ള ദ്രോണാചാര്യര് ധൃഷ്ടദ്യുമ്നൻ വന്നിച്ചിട്ട് എനിക്ക് അസ്ത്രശസ്ത്ര കലകൾ പഠിക്കണം, അങ്ങയിൽ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വളരെ സ്വാഗതം ചെയ്ത് നന്നായി പഠിപ്പിച്ചു. ബാക്കിയുള്ളവരെ പഠിപ്പിച്ച പോലെ തന്നെ ധൃഷ്ടദ്യുമ്നനെയും പഠിപ്പിച്ചു. ആ ധൃഷ്ടദ്യുമ്നൻ ഇന്ന് ദ്രോണർക്ക് എതിരായിട്ട് സൈന്യത്തെ നിരത്തിയിരിക്കുകയാണ്. തവ ശിഷ്യേണ അങ്ങയുടെ ബുദ്ധിമാനായിട്ടുള്ള ശിഷ്യൻ എന്നാൽ ഒരുക്കി നിർത്തിയിരിക്കുന്ന ഈ സൈന്യത്തെ അങ്ങ് കാണൂ. അപ്പോ ഇവിടെ ദുര്യോധനൻ ചെന്നിട്ട് ദ്രോണരെ എന്തുകൊണ്ടാണ് പറയുന്നത്? അങ്ങ് ചെയ്തിരിക്കുന്ന വിഡ്ഢിത്തം, അങ്ങ് അറിഞ്ഞുകൊണ്ടാണ് ഈ വിഡ്ഢിത്തം ചെയ്തത്, ധൃഷ്ടദ്യുമ്നനെ ആയുധകല പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇനിയും അങ്ങനെ ചെയ്യാൻ പാടില്ല, യുദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല, ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്, അല്ലെങ്കിൽ യുദ്ധത്തിൽ നമുക്ക് പരാജയമായിരിക്കും ഫലം എന്ന് ഗുരുവിനെ ഓർമ്മിപ്പിക്കുകയാണ് ദുര്യോധനൻ. നാലാമത്തെ ശ്ലോകം. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുനൈ സമായുധി യുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. ശ്ലോകം 5. ധൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബശ്ച നരപുംഗവഃ. ധൃഷ്ടകേതു, ചേകിതാനൻ, കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. ശ്ലോകം 6. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. കൂടാതെ പരാക്രമിയായ യുധാമന്യു, ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാവരും മഹാരഥന്മാർ തന്നെ. അപ്പൊ ഇവിടെ ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ദുര്യോധനന് ഇവരുമായിട്ടുള്ള യുദ്ധം ചെയ്ത് നല്ല പരിചയമുണ്ട്. ഒരു ഉദാഹരണം പറയൂ. വിരാട രാജാവുമായിട്ടുള്ള യുദ്ധം. വിരാട രാജാവിന്റെ പശുക്കളെ മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും, മോഷ്ടിച്ചുകൊണ്ട് പോയത് ദുര്യോധനാദികളാണ്. അവരുമായിട്ട് ഈ ഒളിവില് താമസിക്കുന്ന എന്താണ് ഓക്കെ, അവര് പ്രച്ഛന്ന രൂപത്തിൽ താമസിക്കുന്ന ഈ 5 പേര് ചെന്ന്, പ്രത്യേകിച്ചും അർജുനനാണ് ചെന്നിട്ട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് പശുക്കളെല്ലാം തിരിച്ചെടുക്കുന്നത്. അപ്പം ഇവരുടെ
യുദ്ധ ബലം എന്താണെന്ന് ദുര്യോധനന് അറിയാം, ദ്രോണർക്കും ഭീഷ്മർക്കും എല്ലാം തന്നെ അറിയാം. അതുകൊണ്ട് ഭീമാർജുനന്മാരോട് കമ്പയർ ചെയ്തിരിക്കുന്നു. പക്ഷെ അവർ മാത്രമല്ല, അതേപോലെ മികച്ച കഴിവുള്ള ബാക്കിയുള്ളവരും ആ സൈന്യത്തിലുണ്ട് എന്ന് ദുര്യോധനൻ പറഞ്ഞു. ഓക്കെ, എല്ലാവരും തന്നെ മഹാരഥന്മാരാണ്. ശ്ലോകം 7. അസ്മാകം തു വിശിഷ്ടായേ താന്നിബോധ ദ്വിജോത്തമാ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ബ്രാഹ്മണോത്തമ, എന്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ശ്ലോകം 8. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ, ഭീഷ്മർ, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരും ഉണ്ട്. ശ്ലോകം 9. അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും. നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണ് അവർ. അപ്പം ഈ പാണ്ഡവ സൈന്യത്തിലുള്ള വീരന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് മനസ്സിൽ അല്പം പേടി തോന്നിയോ എന്ന് ദ്രോണർക്ക് തോന്നരുതല്ലോ. അതുകൊണ്ട് നമ്മുടെ സൈഡിലുള്ള മഹാരഥന്മാരെ കുറിച്ചും ഇനി പറയാമെന്ന് പറഞ്ഞിട്ട് കൗരവ സൈന്യത്തിലുള്ള നായകന്മാരെ, വീരന്മാരെ പറ്റി ദുര്യോധനൻ എടുത്തു പറഞ്ഞു. ഓക്കെ, അപ്പൊ അതില് അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞ എന്താ, 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ എന്താ? മദർത്ഥേ ത്യക്ത ജീവിതാഹ, എനിക്ക് വേണ്ടി ജീവിതം തന്നെ ത്യജിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളവർ. ഈ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? പരോക്ഷമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ യുദ്ധഭൂമിയിൽ വെച്ചിട്ട് മരിക്കുമെന്നർത്ഥം. ഓക്കെ, ത്യക്തജീവിതാഹ, അവര് ആൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു ദുര്യോധനു വേണ്ടി ജീവിതം സമർപ്പിക്കണമെന്ന്, അതായത് ശരീരം സമർപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, 10ാമത്തെ ശ്ലോകം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണത്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. ശ്ലോകം 11. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം. അപ്പം ഇവിടെ രണ്ട് സൈന്യങ്ങളെയും തമ്മിലെ ബലത്തെ കമ്പയർ ചെയ്യാണ്. കൗരവർക്ക് 11 അക്ഷൗഹിണി, പാണ്ഡവർക്ക് 7 അക്ഷൗഹിണി. അതിൽ 11ൽ 5 എണ്ണം ദ്വാരകയിൽ നിന്ന് കൃഷ്ണന്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അതിലായിരുന്നെങ്കിൽ ആകെ 6 കാണുമായിരുന്നുള്ളൂ. അവർക്ക് 7, 5, 12 ആയേനെ. പക്ഷേ ദുര്യോധന വേറെ കഥയാണ്. ദുര്യോധനന് കൃഷ്ണന്റെ സൈന്യവും അർജുനന് കൃഷ്ണനെയും ലഭിച്ചു. അങ്ങനെ സൈന്യബലം 11-7. കൗരവര് 11, പാണ്ഡവര് 7. അപ്പൊ ഇവിടെ ഭീഷ്മദേവനെ പുകഴ്ത്തി പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെ ഇകഴ്ത്തിയതായിട്ട് തോന്നരുതല്ലോ. അതുകൊണ്ട് വളരെ നയചാതുര്യത്തോടു കൂടിയാണ് ഈ ദുര്യോധനൻ പറയുന്നത്. എല്ലാവരും ഭീഷ്മരെ തന്നെ രക്ഷിക്കണം. കാര്യം അദ്ദേഹം വൃദ്ധ പിതാമഹനാണ്. അദ്ദേഹം കഴിവുറ്റ ഒരു
സേനാനായകനാണെന്നുണ്ടെങ്കിലും വൃദ്ധനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ചുമതല എല്ലാവർക്കുമുണ്ട്. അപ്പം എല്ലാവർക്കും ഇമ്പോർട്ടൻസ് വന്നു കഴിഞ്ഞു. ഓക്കെ, അതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് ദുര്യോധന് ഭീഷ്മരും ദ്രോണരും അവർ രണ്ടുപേർക്കും പാണ്ഡവന്മാരോട് വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. എന്നിരുന്നാലും തനിക്ക് പൂർണ്ണ പിന്തുണ തരും എന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ തന്റെ കൂടെ വന്നു നിന്നില്ലേ യുദ്ധം ചെയ്യാനായിട്ട്. പണ്ട് ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപദി കരഞ്ഞപേക്ഷിച്ചിട്ടും അവർ ദുശാസന്റെ പ്രവൃത്തിക്ക് എതിരായിട്ട് ഒന്നും സംസാരിച്ചിരുന്നില്ല. അതുകൊണ്ട് അതേപോലെ ഇപ്പോഴും ഈ യുദ്ധത്തിന്റെ സമയത്ത് തനിക്ക് പൂർണ്ണ പിന്തുണ തരും എന്ന് ദുര്യോധനൻ മനസ്സിൽ കരുതി. ശ്ലോകം 12. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനോദ്യോച്ചൈ ശംഖം ദത്മൗ പ്രതാപവാൻ. അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധന ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്റെ ശംഖമെടുത്ത് ഊതി. ശ്ലോകം 13. തത ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. നേരത്തെ പറഞ്ഞു ഭീഷ്മരാണ് കൗരവ സൈന്യത്തിന്റെ സൈന്യാധിപൻ. യുദ്ധം തുടങ്ങാൻ ചുമതലയുള്ളത് അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് അദ്ദേഹം ശംഖെടുത്ത് ഊതി. എന്താണ് പറഞ്ഞിരിക്കുന്നത് അവിടെ? ദുര്യോധന ആഹ്ലാദം ജനിപ്പിക്കുമാറ്. ദുര്യോധനെ സന്തോഷപ്പെടുത്താനായിട്ട് അദ്ദേഹം ശംഖൂതി. പക്ഷേ ആ സിംഹഗർജനം പോലുള്ള ശബ്ദം, അതിന്റെ അർത്ഥം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണൻ മറുവശത്താണ്, വിജയപ്രതീക്ഷ നമുക്ക് വേണ്ട എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, 14-ാമത്തെ ശ്ലോകം. തതഃ ശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രഥത്മതു. മറുവശത്ത് കൃഷ്ണാർജുനന്മാർ വെള്ളക്കുതിരകളെ പൂട്ടിയ വൻതേരിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദിവ്യശംഖങ്ങൾ മുഴക്കി. അപ്പോ ഇവിടെ ദിവ്യൗ ശംഖൗ പ്രഥത്മതു, ദിവ്യമായ 2 ശംഖുകൾ മുഴക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൗരവ സൈന്യം ഈ ഭീഷ്മ പിതാമഹൻ ശംഖെടുത്ത് ഊതിയപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു? ശംഖം ദത്മോ എന്ന് പറഞ്ഞിട്ടുള്ളൂ. സാധാരണ ശംഖാണ്. പക്ഷെ ഇവിടെ കൃഷ്ണാർജുനന്മാരുടെ ശംഖിനെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? ദിവ്യൗ, ദിവ്യങ്ങളായിട്ടുള്ള 2 ശംഖുകൾ അവരൂതി. ഭഗവാന്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഐശ്വര്യ ദേവതയും വാഴുന്നു. ഭഗവാന്റെ പേര് ശ്രീധരൻ, ശ്രീപതി. ശ്രീ എന്ന് വെച്ചാൽ ഐശ്വര്യം, ശ്രീധരൻ. അപ്പം വിജയശ്വര്യങ്ങൾ അർജുനെ കാത്തു നിൽക്കുന്നു എന്ന് പറയുകയാണ് ഭഗവാന്റെ ശംഖധ്വനി. അവിടെ ശംഖുകൾ, ഭഗവാനും അർജുനും ശംഖ് മുഴക്കി എന്ന് പറയുന്നു. പിന്നെ മഹതി സ്യന്തനെ സ്ഥിതം. മഹതി എന്ന് വെച്ചാൽ വളരെ വലുത്, സ്യന്തനെ തേരിൽ, രഥത്തിൽ. അപ്പം ഈ രഥത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് അഗ്നിദേവൻ അർജുനന് നൽകിയ രഥമാണ്. ഗാന്ധവദാഹത്തിന്റെ സമയത്ത് അർജുനന് പ്രത്യുപകാരമായി അഗ്നിദേവൻ നൽകിയ രഥമാണ് അത്. അപ്പൊ ആ രഥം ഏത് ദിക്കുകളെയും കീഴടക്കാൻ പര്യാപ്തമാണ്. 3 ലോകങ്ങളിൽ എവിടെയും അതിനെ വിജയമുള്ളൂ എന്ന് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു. 15-ാമത്തെ ശ്ലോകം. ഓക്കെ.
പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമാ വൃകോദരഃ. കൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖമൂതി അർജുനൻ ദേവദത്തവും ദുഷ്കര കർമ്മങ്ങളിൽ മുൻനിൽക്കുന്നവനും ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖവും മുഴക്കി. ഹൃഷീകേശ ഭഗവാന്റെ പേരാണ് ഹൃഷീകേശ. ഹൃഷീക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയം, ഈശ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയന്താതാവ്. ഇന്ദ്രിയങ്ങളുടെ നിയന്താതാവാണ് ഹൃഷീകേശൻ അഥവാ കൃഷ്ണൻ. കൃഷ്ണന്റെ ശംഖാണ് പാഞ്ചജന്യം. ധനഞ്ജയ എന്ന് വെച്ച് കഴിഞ്ഞാല് അർജുനൻ. ഓക്കെ, ഒരു കാര്യം കൂടി, ഹൃഷികേശൻ എന്ന വാക്കിന്റെ വേറെ അർത്ഥം കൂടിയുണ്ട്. അതായത് അർജുനന്റെ ഇന്ദ്രിയങ്ങളെ നേരിട്ട് നിയന്ത്രിക്കുന്നത് കൃഷ്ണൻ നേരിട്ട് നിയന്ത്രിക്കും. അതുകൊണ്ടും കൃഷ്ണനെ അവിടെ ഹൃഷികേശന്റെ സാമീപ്യം അർജുനെ സഹായിക്കും എന്ന് സാരം. ധനഞ്ജയ, ധനഞ്ജയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനന്റെ പേരാണ്. പല വിധത്തിലുള്ള യജ്ഞത്തിന് ആവശ്യമായിട്ടുള്ള ധനം യുധിഷ്ഠിരന് അർജുനൻ നേടിക്കൊടുത്തു. അത് അങ്ങനെയാണ് അർജുനന് ധനഞ്ജയൻ എന്ന പേര് കിട്ടിയത്. അപ്പൊ അർജുനൻ എന്റെ ശംഖിന്റെ പേര് ദേവദത്തം. ഭീമന്റെ ശംഖിന്റെ പേര് പൗണ്ഡ്രം. ഭീമൻ എന്ന വാക്കിന് എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? വൃകോദരഃ. മൃഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നായ്. വൃകോദരൻ എന്ന് വെച്ചാൽ ആരുടെ വയറാണോ ചെന്നായുടെ വയറിനെ പോലെയുള്ളത് അവൻ. ചെന്നായുടെ വയറിന് എന്താ പ്രത്യേകത? എത്ര ഭക്ഷിച്ചാലും ചെന്നായുടെ വയറ് ഒട്ടിയായിരിക്കും ഇരിക്കുന്നത്. അകത്തേക്ക് ആയിരിക്കും ഇരിക്കുന്നത്, പുറത്തേക്കല്ല. നമ്മുടെയൊക്കെ വയറ് വയറാണ്, പുറത്തേക്കാണ്. പക്ഷേ ചെന്നായുടെ വയറ് അകത്തേക്കാണ് എത്ര കഴിച്ചാലും. മാത്രമല്ല അത് അകത്തേക്കും പുറത്തേക്കും അങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. വിശപ്പ് കാണിക്കുന്ന, എപ്പോഴും എത്ര കഴിച്ചാലും വിശപ്പ് കാണിക്കും, പക്ഷെ വയറ് അകത്തേക്കായിരിക്കും. അപ്പം അതേപോലെയാണ് ഭീമനും. അതുകൊണ്ട് ഇവിടെ വൃകോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഭീമകർമ്മ, വളരെ ഉഗ്രകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഭീമങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ, പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളാണ് ഭീമൻ. ഹിഡംബൻ, പിന്നെ ബകൻ, ജരാസന്ധൻ, ഇവരെയൊക്കെ വധിച്ചിട്ടുള്ള ആളാണ് ഭീമൻ. അങ്ങനെയുള്ള ധീരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഭീമകർമ്മ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ശ്ലോകം 16. അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. ശ്ലോകം 17. കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥഃ ധൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ച പരാജിതഃ. ശ്ലോകം 18. ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹു ശംഖൻ ദധ്മു പൃഥക് പൃഥക്. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്ത വിജയമെന്ന ശംഖ ഊതി നകുല സഹദേവന്മാർ സുഘോഷ മണിപുഷ്പകങ്ങളും വില്ലാളി വീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ധൃഷ്ടദ്യുമ്നൻ വിരാടൻ തോൽവിണയാത്ത സാത്യകി ദ്രുപദൻ ദ്രൗപദി പുത്രന്മാർ മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശംഖനാദം മുഴക്കി. അപ്പൊ ഇവിടെ നേരത്തെ ശ്ലോകത്തില് 3 ശംഖുകളെ പറ്റി പറഞ്ഞിരിക്കുന്നു. കൃഷ്ണന്റേത് പാഞ്ചജന്യം, അർജുനന്റേത് ദേവദത്തം, ഭീമന്റേത് പൗണ്ഡ്രം. ഇവിടെ യുധിഷ്ഠിരന്റേത് അനന്ത വിജയം, നകുലന്റേത് സുഘോഷം, സഹദേവന്റെ മണിപുഷ്പകം. ഈ 6 ശംഖുകളുടെ പേരാണ് ഭഗവത്ഗീതയിൽ കാണുന്നത്. ബാക്കിയുള്ളവരും അവർക്കും ശംഖുകൾ ഉണ്ടായിരുന്നു, ശംഖുകൾക്ക് പേരുണ്ടായിരിക്കാം, പക്ഷെ അത് പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പം പാണ്ഡുപുത്രന്മാരെ വഞ്ചിച്ചിട്ട് തന്റെ മക്കളെ രാജസിംഹാസനത്തിൽ ഇരുത്താനുള്ള ദുരുദ്ദേശം നല്ലതല്ല എന്ന് സഞ്ജയൻ നയപൂർവ്വം ധൃതരാഷ്ട്രരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹായുദ്ധത്തില് 2 സൈഡിലും കുരുവംശത്തിന്റെ ആൾക്കാർ നിരന്നിരിക്കുകയാണ് അന്യോന്യം യുദ്ധം ചെയ്യാനായിട്ട്. അങ്ങനെ കുരുവംശം പാടെ നശിക്കും എന്നുള്ളതിന്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ട്. ഈ തന്റെ പുത്രന്മാരുടെ ദുർനയങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ധൃതരാഷ്ട്രർ തന്നെയാണ് ഈ യുദ്ധത്തിന് ഉത്തരവാദി എന്ന് സഞ്ജയൻ സൂചിപ്പിക്കുകയാണ്.
ഈ ആ, ആ, എല്ലാ രണ്ട് സൈഡിലുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞു. ശ്ലോകം 19. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ അഭ്യനുനാദയൻ. വിവിധ ശംഖങ്ങളിൽ നിന്നുയർന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റൊലികൊണ്ടു ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയുണ്ടായി. ഭീഷ്മാദികള് ശംഖുതിയപ്പോൾ പാണ്ഡവന്മാരുടെ ഹൃദയം പിളർന്നതായിട്ട് പറഞ്ഞോ? ഇല്ല. പക്ഷേ ഇവിടെ ഈ പാണ്ഡവന്മാരുടെ ശംഖ ഉതൽ ദുര്യോധനാദികളുടെ ഹൃദയം പിളർന്നതായിട്ട് പറയും. അവർക്ക് ഭയമുണ്ടായി, പാണ്ഡവർക്ക് ഭയമുണ്ടായില്ല. എന്താണ് കാരണം? അവരുടെ കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നു. അവര് ഭഗവാനെ ശരണം പ്രാപിച്ചിരുന്നു. ഏതൊരു മഹാവിപത്തിന്റെ നടുവിലാണെങ്കിലും ഭഗവാനിൽ അഭയം തേടിയവർക്ക് പേടിക്കാൻ ഒന്നുമില്ല. ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം എപ്പോഴും. നമ്മള് ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരു വിപത്തും നമ്മളെ ബാധിക്കില്ല, ഒന്നിനും നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ ശ്ലോകം 20. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ തനുരുദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ. അല്ലയോ രാജാവേ, പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള തേരിൽ ഇരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി മറുവശത്ത് അണിനിരന്നു നിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. കപിധ്വജഃ, കപി എന്ന് വെച്ചാൽ കുരങ്ങൻ, ഹനുമാൻ. കപിധ്വജ, ധ്വജം എന്ന് വെച്ചാൽ കൊടി. ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള ആരോ അയാള് അത് അർജുനനാകും. അത് വിജയത്തിന്റെ വേറൊരു അടയാളം കൂടിയാണ് ഹനുമാന്റെ പ്രസൻസ് എന്ന് പറയുന്നത്. കാര്യം, രാമൻ രാവണ യുദ്ധത്തില് വിജയിച്ചു. ആ രാമൻ തന്നെയാണ് ഇന്ന് കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത്. ഭാഗ്യദേവതയായിട്ടുള്ള സീതാദേവി, രാമന്റെ നിത്യദാസനായിട്ടുള്ള ഹനുമാൻ, ഇവരെല്ലാരും തന്നെ അർജുനന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് പാർത്ഥന്റെ സാരഥിയായിട്ട് ഭഗവാൻ കൃഷ്ണനുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അർജുന് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇതെല്ലാം തന്നെ ഭാവി വിജയത്തിന്റെ സൂചനകളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് 20 ശ്ലോകങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ പോർഷൻസ് തീർക്കും. ഇനി അടുത്ത ഇതില് എന്താണ് അർജുനൻ ഭഗവാന്റെ അടുത്ത് പറയാൻ പോകുന്നതെന്ന് നാളെ നമുക്ക് നോക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ക്ലാസ് വളരെ നന്നായിരുന്നു. അപ്പൊ ഇനി നമ്മളും അർജുനനെ പോലെ ഭഗവാനിന്റെ വാക്കുകൾ സ്വീകരിക്കാം. സോ നൗ നളിനി മാതാജി, do you want to say a few words about the class? അതൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് മാധവി. No, I didn't mean that because she was the one who was mentoring me, so I just want to ask her if anything else to be told. But I didn't mean anything bad. I'm sorry. അല്ല, ബാഡ് എന്നുള്ളതല്ല. ഹരേ കൃഷ്ണ പ്രഭു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട 2 പോയിന്റ്സ് ഞാൻ പറയാം. ഒന്ന്, എനിക്ക് ധനഞ്ജയന്റെ മീനിങ് അർജുനന്റെ പേരാണെന്ന് എനിക്ക് അറിയാമെന്നെങ്കിലും പല രീതിയിലുള്ള സമ്പത്ത് യുധിഷ്ഠിരന് വേണ്ടിയിട്ട് കരസ്ഥമാക്കി എന്ന് പറഞ്ഞത് എനിക്കൊരു പോയിന്റ് ആയിട്ട് തോന്നി. അതേപോലെ തന്നെ ഏതൊരു നമ്മളുടെ അവസ്ഥയിലും ഭഗവാനെ ആശ്രയിച്ചാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി പ്രഭു. ഹരേ കൃഷ്ണ, താങ്ക് യു. മാതാജി അതില് മാതാജി അത് ഇവൻ ഭാഗവതത്തിൽ പൂതനാമോക്ഷത്തിന്റെ ഇതിലും അതേപോലെ ഉണ്ട്. അതായത് നന്ദഗോപര്
മധുരയിലെ വസുദേവരെ കണ്ടിട്ട് തിരിച്ചു വരികയാണ്. ആ സമയത്ത് വസുദേവർ പറയും, നാട്ടിലെ പൂതന എന്ന് പറയുന്ന ഒരു രാക്ഷസി വന്നിട്ടുണ്ട്, കൊച്ചു കുട്ടികളെ എല്ലാം തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇപ്പം നന്ദഗോപര് ഭയങ്കരമായിട്ട് അത് വിഷമിക്കാൻ തുടങ്ങും. കാര്യം വീട്ടിലൊരു കൊച്ചു കുട്ടിയുണ്ട്, ഞാൻ ഇവിടെയാണുള്ളത്, എന്ത് സംഭവിക്കും എന്നുള്ളത് ആ മനസ്സിൽ പേടിച്ച് വരുവാണ്. ആ സമയത്ത് എന്താണ് നന്ദഗോപുരം എന്താ ചെയ്യുന്നത്? ഭഗവാനെ ആശ്രയിക്കുന്നു. ഓക്കെ, കാര്യം വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ. അപ്പം നമുക്ക് ഭയം എപ്പോഴാണോ വരുന്നത് അതിൽ നിന്ന് നമ്മളെ രക്ഷ തരുന്ന ആള്, അതുകൊണ്ടാണ് അഭയചരൺ എന്നാൽ അല്ലേ, അഭയം കിട്ടുന്നത് ഭഗവാന്റെ ചരണങ്ങൾ മാത്രമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഒരു 9 മിനിറ്റ് എക്സിഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ ടൈമിനേക്കാളും. അത് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് അല്പം എനിക്ക് തന്നെ ഞാൻ 20 മിനിറ്റ് പ്രിപ്പയർ ചെയ്തൊന്ന് ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴാണ് പറയുന്നത് അതിനേക്കാളും കൂടുതൽ ടൈം കാണുമെന്ന്. അങ്ങനെ ഇപ്പം അത്ര പെർഫെക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ടൈം, ക്ഷമിക്കുക. ഇനി ഷെഡ്യൂൾ അനുസരിച്ചിട്ട് അവസാനത്തെ സെഷൻ എനിക്കാണ്. അപ്പോൾ അവിടെ മാർച്ച് എൻഡിൽ നമുക്ക് കാണാം. ഞാൻ ഇടയ്ക്കും കാണും, വേറെ ഇതായിരിക്കും, സർവീസ് ആയിരിക്കും മാത്രം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ സർ. അടുത്ത എന്താണ് പ്രജിത് മാതാജി? ഹരേ കൃഷ്ണ. ഇനി നമുക്ക് സംശയമുണ്ടോ? ചോദിക്കായിരുന്നു. ആരോ ഹരേ കൃഷ്ണ പറഞ്ഞു, അതുകൊണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി മാതാജി നരസിംഹ പ്രേയസ് പറയും. പാട്ട്. നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനേ ഹിരണ്യകശിപു വക്ഷഃ ശ്രീലതങ്കാനകാലായേ ഇതോ നരസിംഹ പരതോ നരസിംഹോ യതോ യതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമതിശരണം പ്രപദ്യേ തവ കരകമലവരേ നാകാ അദ്ഭുത ശൃംഗ ദലിത ഹിരണ്യകശിപു തനുഭൃംഗ കേശവതീർത്ഥ നരഹരി രൂപ ജയ ജഗദീശ ഹരേ जय जगदीश हरे जय जगदीश हरे केशवतीर्थ नरहरि रूपा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे. वैष्णव प्रणामं പറയാം. वाञ्छाकल्पितरूपश्च कृपात् सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, अनंत कोटि वैष्णव वृंद की जय. Thank you. Thank you Prabhu. Pranamam Prabhu. Hare Krishna. Hare Krishna. Thank you Prabhu. Thank you everybody. Hare Krishna. Hare Bol. Thank you Prabhu. Krishna. Krishna.
അനുമോൾ. Hare Krishna. Thank you, Mataji. ഹരേ Please. കൃഷ്ണ. ഒരു ഒരു മിനിറ്റ് പറയൂ പ്രഭു, എന്തെങ്കിലും പറയാനുണ്ടോ? മുപ്പത് ഇത് കൊണ്ട് തീരാതെ. ഓക്കെ, ഹരേ കൃഷ്ണ. ഇത് എന്താണ് പ്രഭു? കേൾക്കുന്നില്ല. അതായത് ഇപ്പൊ ഈ ഒരിടത്ത് നിന്നിട്ട് കോഴ്സ് പറയൂ. ഉണ്ടല്ലോ, പ്രഭു ആ, ബ്രേക്ക് ഈ ആണോ? കോഴ്സ് ചെയ്ത് പോകണം. പറയൂ. പിന്നെ ഹരേ കൃഷ്ണ. ആ മതജി, ഞാൻ പറഞ്ഞത് ഒന്നുമല്ല, ഇത് ഈ ഇത് കോഴ്സ് കംപ്ലീറ്റ് ആയാലും അടുത്ത കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാന്ന് ഞാനിത് കണ്ടിന്യൂ ചെയ്ത് പോണ കാര്യം പറഞ്ഞതാ. ഓക്കെ, അത് ചെയ്യും പ്രഭു, കൃഷ്ണ. അത് ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു.